കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഒരു പാട്ട് എഴുതിയപ്പോൾ ആ പാട്ടുമായി ഞങ്ങൾ നടന്നപ്പോൾ ഞങ്ങൾ അതിൽ വിജയം വരിച്ചപ്പോൾ ആ കുഞ്ഞബ്ദുള്ളയുടെ പേരിൽ കേസെടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൈക്ക് കൂക്കിയതിന് ആംപ്ലിഫയറിനെതിരെ കേസെടുത്ത മുഖ്യമന്ത്രിയായ നമ്മളെ മുഖ്യമന്ത്രി. മൈക്ക് കൂക്കിയതിന് ആംപ്ലിഫയറിനെതിരെ കേസ്. നവകേരള യാത്ര പോകുമ്പോൾ ഒരു ടർഫ് ഇതുപോലത്തെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ബോൾ പൊങ്ങി വന്നു. ഉടനെ ഉത്തരവിട്ടു ആഭ്യന്തരമന്ത്രി ബോൾ കസ്റ്റഡിയിലെടുക്കാൻ. പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ ബോൾ കസ്റ്റഡിയിൽ. വീരപ്പൻ്റെ അളിയനാൻ തോന്നിപ്പോവും. എന്താ ഇയാൾക്കെതിരെ ഒന്നും പാടില്ല. നമ്മുടെ കുട്ടികൾ പ്രതിഷേധ സൂചകമായി കറുപ്പ് കൊടി വീശിയപ്പോൾ പിന്നെ കറുപ്പ് കാണുമ്പോൾ ഇയാൾക്ക് ഉറക്കല്ല. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി കറുപ്പ് കാണുന്നിടത്തൊക്കെ ബഹളം ഉണ്ടാക്കുകയാണ്. അങ്ങനെ വന്ന് നമ്മളെ നാട്ടിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി DK ഹംസാക്കാൻ്റെ ഒപ്പം നിന്ന് പ്രസംഗിച്ചിരുന്ന സഖാവായിരുന്നു സഖാവ് CP കുഞ്ഞ് മരിച്ചപ്പോൾ അവിടെ കറുപ്പ് കൊടി കെട്ടി. മുഖ്യമന്ത്രി 3-ാമത്തെ ദിവസമാണ് കോഴിക്കോട് വന്നപ്പോൾ അയാളെ വീട് സന്ദർശിക്കാൻ വന്നത്. ഇതുപോലെ ഇപ്പോൾ ഞാനിങ്ങനെ വന്ന പോലുള്ളൊരു ഇടവഴി റോഡാണ്. ആ റോഡിലൂടെ വരുമ്പോൾ മുഖ്യമന്ത്രി പോലീസുകാരനൊരു തോണ്ടൽ എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ പേടിയാണ് ഇയാൾക്ക്. നിഴല് കാണുമ്പോൾ വരെ പേടിയാണ്. ഇപ്പം തട്ടാൻ്റെ വളപ്പിലെ മുയലിനെ പോലെയാണ്. ഓരോ മേട്ടത്തിലും ചാടുകയാണ്. ബേജാറ്. കാരണം 4 വഴിക്ക് പോലീസ് എറിഞ്ഞാണ് ED വരികയാണ്. ഈ കണ്ട ദുൽമു മുഴുവൻ ചെയ്തു വെച്ചിരിക്കുക. നിങ്ങളറിയണം, CP കുഞ്ഞിൻ്റെ വീട്ടിൽ കയറാൻ ഇയാളുടെ വണ്ടിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങിയിട്ട് സകല ദുഃഖസൂചകമായി കെട്ടിയ കൊടികൾ അഴിച്ചു വെച്ച അയാൾ വരെ കിടന്നത്. ഇതെന്ത് നാടാണ്? അപ്പൊ ആ പാട്ട് വലിയ വിഷയാക്കി. ആ പാട്ടിനെതിരെ ഇവര് വലിയ പരാതിയുമായി വന്നു. ആ പാട്ട് അയ്യപ്പനെ അപകീർത്തിപ്പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞബ്ദുള്ള പാറ പോലെ ഉറച്ചു നിന്നു. ആ പാട്ട് പാടിയ ആളുകള്, ആ പാട്ട് രചിച്ച കുഞ്ഞബ്ദുള്ള, അതുപോലെ അതിൻ്റെ ഓർക്കസ്ട്ര ചെയ്തവര്, അതുപോലെ അത് ഇറക്കിയ CMS മ്യൂസിക് നമ്മുടെ സുബൈർ പന്തലൂര്, ഞങ്ങളൊക്കെ CD ഇറക്കുന്ന ഒരു വ്യക്തിയാണ്. അവനെ അടക്കം കേസിൽ 1, 2, 3 പ്രതികളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുപോയി. എന്തായിരുന്നു വിഷയം? ആ പാട്ടിൽ വന്ന കാര്യങ്ങളായിരുന്നു. ആ പാട്ടിൽ പറഞ്ഞത് എന്തായിരുന്നു? അയ്യപ്പ ഭഗവാന്റെ ദ്വാരപാലക ശില്പം അവിടുന്ന് മോഷണം പോയി, പീഠം പോയി, രുദ്രാക്ഷമാല പോയി, കഴുത്തിലുണ്ടായിരുന്നേ. സകല കള്ളന്മാരും കടന്നാൽ നമ്മൾ പറയുന്ന പരാതി അപ്പം വാതിൽ തുറന്നിട്ട് പോയിന്നാ. പക്ഷെ ഈ കള്ളന്മാർ വാതിലും കട്ടിളയും ജനലും കൊണ്ടുപോയി, എല്ലാം സ്വർണം പൂശി. അതായിരുന്നു. ഇതൊക്കെ അടിച്ചു മാറ്റി, ഇതെല്ലാം കൊണ്ടുപോയി. ഇതെല്ലാം കൊണ്ടുപോയപ്പോൾ എന്തായി? അതിനെപ്പറ്റി ഇയാൾ ഒരു പാട്ടിറക്കി. ഒരു കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന രചയിതാവ് ആ പാട്ടിറക്കിയപ്പോൾ ഇവർക്കിപ്പോൾ ഭയങ്കര പ്രയാസം. കടകംപള്ളി സുരേന്ദ്രൻ പറയാ കഴിഞ്ഞ ദിവസം, ആ പാട്ടിറങ്ങിയതിൻ്റെ ശേഷം എനിക്ക് ഉറക്കില്ല. നിങ്ങൾ ഉറങ്ങരുത്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ കട്ടത് എവിടെയെന്നറിയോ? ശബരിമല സന്നിധാനത്ത് പോയിട്ടാണ്. ഓരോരുത്തരും ജയിലിലാണ്. പഴയ MLA അടക്കമുള്ള ആളുകൾ സഖാക്കളാണ്. അതുകൊണ്ടാണ് അയാൾ ആ പാട്ടിൽ സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് ആ വരിയിൽ പാടാനുണ്ടായ കാരണം. അത് വന്നപ്പോൾ ഇവർക്ക് ചോദിച്ചപ്പോൾ എന്തായിന്നറിയാം? ഈ പാട്ട് എങ്ങനെയെങ്കിലും നിരോധിക്കാനുള്ളൊരു പണി അല്ലെങ്കിൽ കേസ് എടുക്കാമെന്ന് ബേജാറാക്കാന്നൊക്കെ വിചാരിച്ച് നാട്ടുകാരൊക്കെ ഈ പാട്ടാണ്ട് ഏറ്റെടുത്ത് നമ്മുടെ MP-മാർ ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നിൽ ലൈനായി നിന്നിട്ട് ഈ പാട്ടാണ്ട് പാടി. പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് പാടി. അപ്പോൾ അത് ഏകദേശം എല്ലായിടത്തും അറിഞ്ഞ്. മലയാളം അറിയാത്ത കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ വന്ന് നോക്കുമ്പോൾ ഓൽക്ക് ഇവിടുത്തെ ആൾക്കാർ ഈ പാട്ട് ചൊല്ലിക്കൊടുത്ത് ഓൽക്ക് പറ്റുന്ന ഭാഷയിൽ പാടൽ തുടങ്ങി. ദുബായിൽ നിന്ന് വരുന്ന വാട്സപ്പിൽ അറബിനെ സൂപ്പർ മാർക്കറ്റിൽ ഇരുത്തിയിട്ട് പാടിക്കൊടുക്കുകയാണ്. പോറ്റിയെ കേറ്റിയെ. മൂപ്പർക്ക് പറ്റുന്ന മാതിരി മൂപ്പര് ആ പാട്ട് പാടി. ഇത് കഴിഞ്ഞപ്പോൾ സഹി കെട്ടപ്പോൾ ഈ സഖാക്കൾ എന്താ ചെയ്തതെന്ന് അറിയങ്ങൾ? കേസ് കൊടുക്കാൻ ഞാൻ നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരും പാടുകയാണ് പോറ്റിയെ കേറ്റിയെ അറിഞ്ഞ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അവിടുന്ന് വേഗം തടി സലാമത്തങ്കം ബസ് കയറിയപ്പോൾ ബസ്സിലും ഈ പാട്ടാണ്, പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട്. അവസാനം പറഞ്ഞു എന്തെന്ന് അറിയാം, ഞാനിവിടെ നിൽക്കണില്ല, ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഭാര്യ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുമ്പോണ്ട് അളിയൻ്റെ മക്കൾ തിണ്ടുമ്പോൾ നിരനിരായി ഇരുന്നിട്ട് കാലും തൂക്കിയിട്ടിട്ട് പോറ്റിയെ കേറ്റിയെ അറിഞ്ഞ് കുട്ടികളും പാടുക. അപ്പോൾ പമ്പർന്നോളവരിറങ്ങി ഇവിടെ നിൽക്കാൻ നിവർത്തില്ലേ, ഞാൻ നാട് വിടാറിന് ഓൾക്ക് വിളിച്ചപ്പോൾ ഓളം മൊബൈലിലും പോറ്റിയെ കേറ്റിയെ എന്നുള്ള റിംഗ് ട്യൂണാ. ഇതിലും വലിയ കുഞ്ഞിരായും കുടിക്കൽ നിങ്ങൾ പെടാൻ ബാക്കിയുണ്ടാ? എന്ത് പറ്റിപ്പോയി?
ആ പാട്ടിനെതിരെ നിങ്ങൾ പറഞ്ഞു തുള്ളി. എന്താ നിങ്ങൾ കേസെറ്റ് പോകാഞ്ഞെന്നറിയാം? എൻ്റെ അഭിപ്രായത്തിൽ കേസെറ്റ് പോയാൽ കണ്ടില്ലേ, ഓരോ MR അഭിലാഷ് അടക്കമുള്ള ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നവരൊക്കെ ഈ പാട്ട് എന്താ ഒന്ന് പാടിയാൽ അറിഞ്ഞിട്ട് ജയിക്കിൻ്റെ മുമ്പിൽ മറ്റു സഖാക്കളെ മുമ്പിൽ ഒക്കെ ഇങ്ങനെ പാടുകയാണ്. അല്ലെങ്കിൽ തന്നെ ഈ പാട്ട് കേട്ട് ഉറക്കില്ലാത്തൊരു ചാനലിൽ വന്നിരുന്നപ്പോൾ അവിടെ ഈ പാട്ടങ്ങനെ കേട്ട് ഇടങ്ങറിൻ്റെ കൊടിയായിക്കുകയാണ്. ഓരോരുത്തർക്കും ഇതിങ്ങനെ ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? കേസ് കൊടുത്തപ്പോൾ എന്താ? കേസ് കൊടുത്തപ്പോൾ ഇവർ കിടന്നുറങ്ങി ഇങ്ങനെ ആലോചിച്ചെന്താ അറിയാം, ഇത് കേസ് കൊടുത്താൽ ചിലപ്പോൾ ജഡ്ജും 4 വരി പാടാൻ സാധ്യത ഉണ്ട്. ഈ പാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ജഡ്ജ് എന്ത് ചെയ്യും? ഒന്നിങ്ങനെ ഇതിൽ ഈ വരിയിൽ എന്താ കുഴപ്പം? ഇങ്ങനെ ഒരു പാട്ട് ദുനിയാവിൽ ഇതൊരു ബർക്കത്തുള്ള പാട്ടായി മാറി. ചെറിയ പാട്ടാണോ? നല്ല ബർക്കത്തുള്ള പാട്ടായി. കാരണം ഒരു പാട്ട് നമ്മളൊക്കെ അങ്ങനെ പാടി അങ്ങനെയാണ് പോക്കാണ്. ആ പാട്ട് അങ്ങനെയാണ് കേട്ടാൽ നമ്മളതിൻ്റെ വരിയൊന്നും അത്ര ശ്രദ്ധിക്കലില്ല. ഇപ്പം അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പാട്ട് ആരെക്കുറിച്ചാണ് എന്താണെന്നൊന്നും നമ്മളറിയില്ല, നമ്മളിങ്ങനെ കൂടെ പാടിക്കൊടുക്കും. പക്ഷെ ഈ പാട്ടിലുണ്ടായ പ്രത്യേകത എന്താ അറിയാം? അത് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് എല്ലാവരും ഇതിലേത് വരിയാ കുഴപ്പം? സ്വർണ്ണപ്പാളികൾ മാറ്റിയില്ലേ, ശരിയല്ലേ? സാഷ്ടാവിൻ ധനം ഊറ്റിയില്ലേ, ശരിയല്ലേ? ഓരോന്നും ഇങ്ങനെ ഫിഖ് അർത്ഥം വെക്കണായി ഇങ്ങനെ ഓരോരുത്തർ വായിച്ചു കൊടുക്കുക. അതിങ്ങനെ കേട്ടപ്പോൾ ഇവർക്ക് തോന്നി എന്ത് അറിയാം, ചിലപ്പം ജഡ്ജി പറയും ഈ പാട്ടിലൊരു കുഴപ്പമില്ല, പാടാൻ പറ്റുന്നവരൊക്കെ പാടിക്കോളി എന്ന് പറഞ്ഞാൽ 5 വക്തിലും പാടൽ തുടങ്ങും. കേരളം മുഴുക്ക ഈ കേറ്റിയെ പോറ്റി എന്നുള്ള ഈ പാട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു നിവൃത്തി ഉണ്ടാകില്ല എന്ന് കരുതിയതുകൊണ്ടാണ് തൽക്കാലം കേസുമായി പോകണ്ട എന്ന് തീരുമാനിച്ചത്. അപ്പം അതിലെ വരിയൊക്കെ വലിയ ശ്രദ്ധയായപ്പോൾ ഇതുപോലത്തെ പാട്ട് പിന്നെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് കേട്ടപ്പോൾ കേരളം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഞാൻ താന്നാളൂക്കാരോട് പറയാണ്, ഇന്നലെ ഞാൻ പേരാമ്പ്രയിലായിരുന്നു, അസീസ് മാഷ് നാട്ടിൽ. ഞാനിത് പറഞ്ഞേക്ക് അസീസ് മാഷും മൂപ്പര ജ്യേഷ്ഠനും എന്നോട് പറയാണ്, നിങ്ങളെ മലപ്പുറത്ത് താന്നാളൂരിലും പാട്ട് ഇറങ്ങിയില്ലേന്ന്. അപ്പം താന്നാളൂരിൽ ഇറങ്ങിയ ആ പാട്ട് ജനങ്ങൾ പഠിച്ചു. രണ്ടും കൂടി ഇങ്ങനെ തൂക്കി നോക്കി. ഭയങ്കര നിലവാരമുള്ള പാട്ടായിരുന്നു ഇവിടെ, അല്ലേ? ഇവിടെയുള്ള നിലവാരമുള്ള പാട്ടായിരുന്നു. ആദ്യം ഷാഫി ജാലി അത് ചാനലിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് കേൾക്കണം തോന്നി. ഇതിനോടൊപ്പം ആ പാട്ടും നോക്കി, 2 വരികളും നോക്കി. കുഞ്ഞബ്ദുള്ള എഴുതിയത് വായനശാലയിൽ ഇരുന്നിട്ടാണ്. കുഞ്ഞബ്ദുള്ള എഴുതിയത് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് വായനശാലയിൽ ഇരുന്നിട്ടാ. ഇവിടുത്തെ പാട്ട് എന്തായിരുന്നു അറിയോ? കുറുക്കനെ അല്ലേ, നായി അല്ലേ? ഒരു കാര്യം ഉറപ്പാണ്, ഈ കുഞ്ഞബ്ദുള്ള എഴുതിയത് വായനശാലയിൽ ഇരുന്നിട്ടാണ്, ഇത് എഴുതിയോന് മൃഗശാലയിൽ ഇരുന്നിട്ടാണ് ആ പാട്ട് പാടിയത് എന്ന കാര്യം ഉറപ്പാണ്.